മക്കളെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചെറിയൊരു ഷോക്ക് നിങ്ങൾക്ക് തരാനാണ് ഞാൻ വന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ. വിദ്യാഭ്യാസ വകുപ്പ് പുതിയ നടപടികളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എക്സാം ഒക്കെ ഒന്ന് ടൈറ്റാക്കി നിങ്ങളെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി എല്ലാ എക്സാമുകളും ടഫാക്കുക എന്നുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിരുന്നു. അതൊന്നും നിങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 8ാം ക്ലാസ്സിൽ അല്ലേ, കഴിഞ്ഞ വർഷം 2024-25 അധ്യയന വർഷം 8ാം ക്ലാസ്സിൽ ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു, മിനിമം മാർക്ക് പദ്ധതി. അതായത് 30% മാർക്ക് കിട്ടിയവർ മാത്രമേ ഉപരിപഠനത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് ഗവൺമെന്റ് വന്നിരുന്നു. 2 ലക്ഷം കുട്ടികളാണ് തോറ്റുപോയത്. 2 ലക്ഷം കുട്ടികൾ. ഇനി അവർക്ക് റെമഡിയൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഇനി അവർ സപ്ലിമെന്ററി എക്സാമിന് ഇരുത്തും, എന്നിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, 9ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം അതേ കാര്യങ്ങൾ വീണ്ടും മറ്റു ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യുക, ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നു. ഈ അധ്യയന വർഷം 2025-2026 അധ്യയന വർഷത്തിൽ 5, 6, 8, 9 അതായത് 7ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാർക്കും ചെറിയൊരു എന്താ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഈ വർഷം അവർക്ക് എന്തില്ല, മിനിമം മാർക്ക് പദ്ധതിയില്ല 7ാം ക്ലാസ്സുകാർക്കും 10ാം ക്ലാസ്സുകാർക്കും. പക്ഷേ 5, 6, 8, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരുന്നോ? വെറുതെ ഇരിക്കണ്ട, പഠിച്ചു തുടങ്ങിക്കോ. വെക്കേഷനിൽ ഓടി നടക്കണ്ട, കുറച്ചെങ്കിലും ബുക്ക് കയ്യിലെടുത്തോളൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. 30% ഓരോ സബ്ജക്റ്റിനും 30% മാർക്ക് വേണം. അടുത്ത ക്ലാസ്സിലേക്ക് പോകണം, 5 നിന്ന് 6ലേക്ക് പോകണമെങ്കിൽ, 6 നിന്ന് 7ലേക്ക് പോകണമെങ്കിൽ, 8 നിന്ന് 9ലേക്ക് പോകണമെങ്കിൽ, 9 നിന്ന് 10ലേക്ക് പോകണമെങ്കിൽ മിനിമം മാർക്ക് നേടിയേ പറ്റൂ. അത് ഈ വർഷം മുതൽ എന്ത് ചെയ്യുക, അത് നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജാഗരൂകരായിരിക്കുക. പക്ഷേ അതേസമയം 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഈ ഒരു സംഭവം 7ലും 10ലും ഈ വർഷം എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് 2026-2027 അധ്യയന വർഷത്തിൽ മാത്രമേ ആ ക്ലാസ്സുകളിലേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ. അവർക്ക് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ജാഗരൂകരായിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുക, ഉപരിപഠനത്തിന് പോസിബിലിറ്റി ഉള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മളെ ചാനൽ അവൈലബിൾ ആയിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റുകളും, വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനൽ ലഭ്യമാണ്. മക്കൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ, മറന്നു പോകണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുതേ.